Padma Shri Satyanarayan Baleri, a guardian of tradition, an architect of tomorrow. In the verdant expanses of Beleri, Kasaragod district, Padma Shri Laureate Satyanarayan Baleri emerges as a stalwart of agricultural ingenuity. ഇത് എൻ്റെ അച്ഛൻ്റെ ദർക്കാസ് കിട്ടിയ സ്ഥലമാണ്. പണ്ട് മുതൽ ഞങ്ങൾക്ക് ഇത് പാടമൊന്നുമില്ല, പാടത്തിൽ ഇറങ്ങിയ ഒരു അനുഭവം ഒന്നും ഇല്ല. അപ്പോൾ ഈ നെല്ലിൻ്റെ ഇൻട്രസ്റ്റ് വരാനൊന്ന് കാരണം പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ്റെ ഏട്ടന്മാർക്കെല്ലാം താഴെ ഒരുപാട് പാടങ്ങളെല്ലാം ഉണ്ടായി. ആടെ ഞങ്ങൾ അതിന് പോയി ഇങ്ങനെ പോകുമ്പോഴേക്ക് നല്ലൊരു ഇനം രാജക്കായ്മ എന്ന് പറയുന്നത് ചെറിയ മണി ഉണ്ടായിനോ നല്ല അതിനെ ഞങ്ങൾ അവർ അമ്പലത്തെല്ലാം മലരിലുണ്ടാക്കുകയാണെങ്കിൽ ചെയ്തുകൊണ്ടായിനോ. അപ്പോൾ അത് കണ്ടിട്ട് പരിചയം ഉണ്ടായതുകൊണ്ട് 2008 ഒരു കർണാടകത്തിൻ്റെ ഒരു കർഷകൻ്റെ നിന്ന് അതിന് മുറ്റത്ത് ചെയ്യുന്നത് അറിഞ്ഞിട്ടാണ്, പത്രത്തിൽ അറിഞ്ഞിട്ടാണ് അന്ന് ഒരു ലെറ്റർ എഴുതിയിട്ട് അതിന് ഒരു തന്നിട്ട് ഞാൻ ആദ്യം തുടങ്ങിയാണ്. Hailing from the heart of Tulu Nadu, his journey epitomized the fusion of ancestral wisdom with forward-looking innovation. Driven by a profound love for the aromatic Rajakama rice and a profound understanding of agrarian nuances, Satyanarayan epitomized the ethos of progress rooted in tradition. From his formative years tinged with agricultural curiosity to the pinnacle of national recognition, his trajectory embodies a steadfast commitment to conserving age-old knowledge while embracing contemporary methodologies. ഒരു 650 കൂടുതൽ വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ഈ വർഷവും കുറേ വെറൈറ്റി കിട്ടിയതുണ്ട്. ഇനിയിപ്പോൾ ചെയ്യണത്ര അതിന് 650 എൻ്റെ ശരിയായ മെൻഷനൊക്കെ ഇനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ കാലം, ടൈം, പിന്നെ അതിൻ്റെ ഗുണങ്ങൾ ഇതെല്ലാം ചെയ്ത് അത്ര ഇനങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം ഒരുപാട് ഈ ഇനങ്ങളെല്ലാം ഫ്രീ ആയിട്ടാണ് ഞാൻ കർണാടകത്തിൻ്റെ പല ഏരിയക്കും, കേരളത്തിൻ്റെ, പിന്നെ തമിഴ്നാട്, ഇന്ത്യത്തിൻ്റെ പല സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട്. ഫിലിപ്പൈൻസിൻ്റെ മനില എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഫിലിപ്പൈൻസിൻ്റെ. പിന്നെ ശ്രീലങ്കൻ്റെ ഒരു കോറ എന്നുള്ളൊരു ഇനമുണ്ട്, കോറ ശ്രീലങ്ക. പിന്നെ ജപ്പാൻ്റെ ഒരു ജപ്പാൻ വയലറ്റ് എന്ന് അങ്ങനത്തെ ഇനങ്ങളുണ്ട്. ഇതെല്ലാം ആ കർഷകർ ഇത് യൂണിവേഴ്സിറ്റി ആടെ സംരക്ഷിച്ചെടുത്ത് കിട്ടുമ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അങ്ങ് പോയിട്ടൊന്ന് കൊടുന്ന ഇനങ്ങളാണ്. As the seeds of Shivam trinitrum rice take root in the rugged hillsides, Satyanarayan's farm evolves into a sanctuary of biodiversity. ചെറുപ്പം മുതലേ കണ്ടിട്ട് പരിചയമുണ്ടായ ഇനാണ് ഇത്. രാജക്കയമ എന്ന് പറയുന്ന ഇനാണ് ഇത്. നല്ല സ്മെല്ലുണ്ടായ ഇനാണ്. പച്ചരിക്ക് പറഞ്ഞ ഇനാണ് ഇത്. ഉണ്ട് അതിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു ഇനമുണ്ട്, ഇത് ശിവം എന്ന് പറയുന്ന ഇനം. പിന്നെ ഒരു ത്രിനേത്രം പറഞ്ഞിട്ടുണ്ട്, അത് ഇതിൻ്റെ ഇടയിലുണ്ട്. അതിന് എനിക്കെന്താ പറയുക, ഈ മെഡിസിന് വാല്യൂ ഉണ്ടായ പല ചെടികൾ, ഇങ്ങനത്തെ എല്ലാം ചെറുപ്പം മുതൽ ഭയങ്കര ഇൻട്രസ്റ്റ്. മെഡിസിന് വാല്യൂ ഉണ്ടായ ചെടികൾ, പിന്നെ അതിനെ പറ്റിയിട്ട് വരുന്ന ആർട്ടിക്കൽ അതിനെ സംഘടിച്ച് വെക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ സസ്യങ്ങളും അതിൽ തിരിച്ചറിയാൻ പറ്റും, അതിൽ ഫോട്ടോ എല്ലാം വരും. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നെല്ലിനും പണ്ടത്തെ ഈ കയമ്മ, രാജക്കയമ്മ, പിന്നെ ഗന്ധകശാല, ഈ സ്മെല്ലിൻ്റെ ഇനങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് ഏടി കാണാനില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ കിട്ടുന്നമ്പോഴേക്ക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് തുടങ്ങുമ്പോൾ ആദ്യം ഗ്രോ ബാഗിൽ കുറച്ചോ, പിന്നെ പാടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രോ ബാഗിലേ ചെയ്യണത്രേ. അപ്പോൾ ഗ്രോ ബാഗ് മെത്തേഡ് മുമ്പ് ആരും ഉപയോഗിച്ചിട്ടുണ്ടായിട്ടില്ല. ഇങ്ങനെ പോളിനേഷൻ എത്ര ആയാലും അത് ഒരു സെൽഫ് പോളിനേഷൻ തന്നെ ചെറിയൊരു അളവിൽ മാത്രമേ ഇതായി വരും എന്നത്ര പറയുന്നത്. പിന്നെ ഒരു പോളിനേഷനായിട്ട് വന്നാലും അത് അതിനായിട്ട് താണിട്ട് വരുന്നതായിട്ട്, പൊക്കത്തിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനായിട്ട് വേഗം വരുന്നതിനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലേറ്റായിട്ട് വരുന്ന ഇനങ്ങളായിട്ടുണ്ടാവും. ഗന്ധകശാല ചെയ്തതിലാണ് ഒരു കറുപ്പ് ഇനം വന്നു എടുത്തിട്ട് വേറെ ഒരു 7 പ്രാവശ്യം ചെയ്തിട്ടാണ് അതിലൊരു വ്യത്യസ്ത കണ്ടതുകൊണ്ട് അതിനെ അങ്ങനെ സംരക്ഷിച്ചിട്ട് വന്നതാണ്. അതിനെ പിന്നെ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ മൂലക ഈ ഡൽഹി PPRFനെല്ലാം രജിസ്ട്രേഷനെല്ലാം കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ആയിക്കൊണ്ട് 60 നാളിൽ തന്നെ കതിർ വരുന്ന ഇനങ്ങളുണ്ട്. ഇത് 90 വരുന്നുണ്ട്, 75 നാളിൽ വരുന്നുണ്ട്, 120, 100, 150, 130, അങ്ങനെ 190 വരെ ഉണ്ടായ ഇനങ്ങൾ എൻ്റെ ഇത്. മുണ്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിളുത്തിട്ട് വന്നിട്ട് 2ാം വിളക്ക് അത് നല്ല ഈൽഡിൽ നെല്ലായി കിട്ടും. അപ്പോൾ 2 പണിയില്ല, ഒരേ പണിയിൽ 2 ചെയ്യാൻ പറ്റും. Amidst the tranquil embrace of rare bamboo groves and bustling ecosystems, he nurtures not just crops but a vision for sustainable farming practices. Yet, Satyanarayan's influence transcends the boundaries of his farm. Through impassioned mentorship,
he equips future generations with the tools to cultivate a greener, more resilient tomorrow. With every calloused hand and whispered anecdote, the radiance of the Padma Shri grows brighter, illuminating a path toward agricultural prosperity and environmental harmony in India.